ഒരു കർഷകൻ ചത്തൊരു പന്നിയെ കിണറ്റിലേക്ക് ഇട്ടു. മണം പിടിച്ചു വന്ന എല്ലാ എലികളും ആ കിണറ്റിലേക്ക് ചാടി. ആ പന്നിയുടെ മാംസം കഴിച്ചതിന് ശേഷമാണ് അവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായത്. ആ കിണറ്റിൽ നിന്നും ഒന്നിനും പുറത്തു കടക്കാൻ കഴിയില്ല എന്ന്. അടുത്ത കുറച്ചു ദിവസങ്ങൾ വിശപ്പ് സഹിക്കാനാവാതെ ആ ഒരു കിണറ് ഒരു നരകമായി മാറി. ജീവൻ നിലനിർത്താൻ വേണ്ടി ഓരോ എലികളും പരസ്പരം കടിച്ചു കീറി തിന്നാൻ തുടങ്ങി. കൃത്യം 15 ദിവസം കഴിഞ്ഞപ്പോൾ ആ കിണറ്റിൽ ഒരേ ഒരു എലി ബാക്കിയായി. ചോരക്കണ്ണുള്ള ഒരു ഭീകരൻ എലി. കർഷകൻ ഒരു കയറിട്ട് ആ എലിയെ പുറത്തേക്കെടുത്തു. കരുണ തോന്നിയിട്ടാണോ? അല്ല, ഇതായിരുന്നു അയാളുടെ മാസ്റ്റർ പ്ലാൻ. സ്വന്തം വർഗത്തെ തിന്നു ശീലിച്ച ആ എലിക്ക് ഇനി പിന്നെ ധാന്യങ്ങൾ വേണ്ട. അത് പുറത്തുള്ള മറ്റു എലികളെ വേട്ടയാടി തുടച്ചു നീക്കും. സൈക്കോളജിയിൽ ഇതിനെ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്നു. മുകളിൽ ഇരിക്കുന്നവർ നിങ്ങളോട് നേരിട്ട് വന്ന് വഴക്കിടില്ല. പകരം താഴെയുള്ള നിങ്ങളെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റും. അത് കോർപ്പറേറ്റ് ഓഫീസുകളിലും ബിസിനസ്സുകളിലും ചിലപ്പോൾ നിങ്ങളുടെ സൗഹൃദത്തിൽ വരെ ഇത് നടക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ഇനി ഒരാളോട് വഴക്കിടുന്നതിന് മുൻപ് ആലോചിക്കുക. ഇത് നിങ്ങളുടെ വഴക്കാണോ അതോ മറ്റുള്ളവരുടെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണോ? ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.